ഇതുവരെ നമ്മൾ മോൾ കോൺസെപ്റ്റിൽ, മോൾ സങ്കല്പത്തിൽ ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ മോളിക്യൂൾസ്, തന്മാത്രകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ മോളിക്കുലാർ മാസ്, തന്മാത്രാ ഭാരം എന്താണെന്ന് അറിയണം. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ്, അതായത് തന്മാത്രാ ഭാരം കാണാം. ശ്രദ്ധിക്കുക, H2 ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലെ. ഹൈഡ്രജൻ മോളിക്യൂളിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാ? 2 ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് 1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂളിലുള്ള 2 ഹൈഡ്രജൻ ആറ്റങ്ങളുടെ മാസ് എത്രയായിരിക്കും? 2 ആയിരിക്കില്ലേ? ഓക്കെ, അതാണ് മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ്, മോളിക്കുലാർ മാസ്, തന്മാത്രാ ഭാരം. മോളിക്കുലാർ മാസ്, തന്മാത്രാ ഭാരം. ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് അപ്പൊ എത്രയാ? യെസ്, നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾ 2 ആണ്. 2 ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ അല്ലെ. 2 ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, 2 ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ എന്താ? 2 ഇൻറ്റു 1, അതായത് 2 ആണ്. അപ്പൊ ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. 2 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് 2U എന്ന് പറയാം അല്ലെ. 2 യൂണിഫൈഡ് മാസ്. ഇതേപോലെ ഓക്സിജൻ ആണെങ്കിലോ നമുക്ക് കണ്ടൂടെ? ഇതേപോലെ 2 ഇൻറ്റു നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം, യെസ്, ഇൻറ്റു ഓക്കെ ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 ആണ്. അപ്പൊ 2 ഇൻറ്റു 16 ഈക്വൽ ടു 32. 2 ഇൻറ്റു 16 ഈക്വൽ ടു 32. അപ്പോ 32U ആണ്. ഓക്കെ, അടുത്തത് വാട്ടർ. വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കാണാം? 2 ഇൻറ്റു 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട് വാട്ടറിൽ അല്ലെ. അപ്പോ 2 ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ, അതായത് 1 പ്ലസ് 1 ഓക്സിജൻ ആറ്റം. 1 ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് 1 ഓക്സിജൻ 16. അപ്പൊ 16 പ്ലസ് 2 അല്ലെ എത്രയാണ്? 18. 18U. 18U ആണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? യെസ്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബൺ ആറ്റം ആൻഡ് 2 ഓക്സിജൻ ആറ്റംസ്. അപ്പൊ നമുക്ക് പറയാം, യെസ്, കാർബണിന്റെ ആറ്റോമിക് മാസ് 12 ആണ്, ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 ആണ്. അപ്പൊ 1 കാർബൺ ആറ്റം 1 ഇൻറ്റു 12 പ്ലസ് 2 ഓക്സിജൻ ആറ്റം 2 ഇൻറ്റു 1 ഓക്സിജൻ ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് 16. ഓക്കെ, 1 ഇൻറ്റു 12 12 പ്ലസ് 2 ഇൻറ്റു 16 32. 32 പ്ലസ് 12 എത്രയാണ്? 44 ആണ്. 44U. യെസ്. നെക്സ്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലാർ മാസ്, തന്മാത്രാ ഭാരം എങ്ങനെ കാണാം? ശ്രദ്ധിക്കുക, ഒരു സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് 23 ആണ്. ഓക്കെ, ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 ആണ്, ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് മോളിക്യൂളിൽ ഒരു സോഡിയം ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്, ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ. അപ്പോ 23 പ്ലസ് 16 പ്ലസ് 1 എത്രയാ? 40. അപ്പോ 40U. 40U. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ ആറ്റോമിക് മാസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് മോളിക്കുലാർ മാസ് കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ ആറ്റോമിക് മാസിന്റെ തുക സം നമുക്ക് എന്ത് തരുന്നു? മോളിക്കുലാർ മാസ് തരുന്നു. ഇങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഇനിയും വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. H2SO4 സൾഫ്യൂരിക് ആസിഡ്. ഇനിയും ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം. H2SO4 സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1, സൾഫറിന്റെ ആറ്റോമിക് മാസ് 32 അല്ലെ, ഓക്സിജന്റെ 16. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കാണും? 2 ഇൻറ്റു
Yes, atomic mass of hydrogen atom 1 plus 1 sulfur. 32. 32. Then 4 oxygen atom. 4 into atomic mass of 1 oxygen. Yes. Then 2 plus 32 plus 64. Okay. 98 U. Yes. ഇങ്ങനെയാണ് ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ മോളിക്കുലർ മാസ് കാണുക. Then please listen. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്? പ്ലീസ് ലിസൺ. അപ്പോൾ നമുക്ക് ഗ്രാം ആറ്റോമിക് മാസ് അറിയാം അല്ല, അത് എന്താണ് ആ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ, ആ കൺസെപ്റ്റ് ആശയം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എന്താണ് ഗ്രാം മോളിക്കുലർ മാസ് വളരെ എളുപ്പം തന്നെയാണ്. യെസ്, എന്തായിരിക്കും? യെസ്, നമുക്കറിയാം ആറ്റോമിക് മാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം ആറ്റോമിക് മാസ് ഓർ 1 ഗ്രാം ആറ്റം. ഇതേപോലെ എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്? ഗ്രാം മോളിക്കുലർ മാസ് GMM അല്ലേ? ഗ്രാം മോളിക്കുലർ മാസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗ്രാം മോളിക്കുലർ മാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നു molecular mass expressed in gram is called gram molecular mass. Yes, molecular mass expressed in grams is called gram molecular mass. ഓക്കെ, GMM. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യെസ്, മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുകയാണെങ്കിൽ, അതിനെ ഗ്രാം മോളിക്കുലർ മാസ്, അതായത് GMM എന്ന് പറയുന്നു. മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ എല്ലാവർക്കും അറിയാമല്ലോ. ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ മോളിക്കുലർ മാസ് എന്ന് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോ GMM ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ഡിഫറെന്റ് മോളിക്യൂൾസ്. ഇപ്പോൾ ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് 2U ആണ്, 2 യൂണിഫൈഡ് മാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എന്താണ് ഗ്രാമിൽ എഴുതാം? 2 ഗ്രാം. ഓക്സിജൻ 30U, അപ്പോൾ 32 ഗ്രാം. 18 ഗ്രാം വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? അപ്പോൾ 44 ഗ്രാം. സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാ? 40 ഗ്രാം. സൾഫ്യൂരിക് ആസിഡ് എത്രയാ? 98 ഗ്രാം. ഇതാണ് ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ഡിഫറെന്റ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോ ഇനി നേരത്തെ നമ്മൾ ഗ്രാം ആറ്റോമിക് മാസുമായി എന്താണ് കണക്ട് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ മോൾ എന്ന കാര്യം പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഗ്രാം മോളിക്കുലർ മാസിനെ നമുക്ക് എന്തു പറയാം? 1 ഗ്രാം മോളിക്യൂൾ എന്നും പറയാം അല്ലെ? 1 ഗ്രാം മോളിക്യൂൾ. ഗ്രാം ആറ്റോമിക് മാസ് നമ്മൾ 1 ഗ്രാം ആറ്റം എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് 1 ഗ്രാം മോളിക്യൂൾ എന്ന് പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യമാണ് നേരത്തെ. അപ്പോൾ എന്താണ് 1 ഗ്രാം ആറ്റോമിക് മാസ്? ഏത് എലമെന്റ് എടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആണ്. അതായത് 1 മോൾ ആണ് അല്ലെ? ഇതിന് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നു. അവോഗാഡ്രോ നമ്പർ 1 മോൾ. ഓക്കെ, ഈ 1 മോൾ 6.022 × 10⁻23 നമ്മൾ എന്ത് പറയുന്നു? അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നു. അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 1 മോൾ എന്നത് ഒന്നുകൂടി ഞാൻ പറയുന്നു 6.022 × 10⁻23 അത്രയും എണ്ണമാണ്. ഇതിനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നു. അപ്പോ ഇതിനെ നമ്മൾ NA കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. NA. അപ്പോ ഇതേപോലെ തന്നെ എന്താണ് ഞാൻ 1 ഗ്രാം മോളിക്യൂൾ ഏത് മോളിക്യൂൾസ് എടുത്താലും അതിൽ 1 മോൾ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 6.022 × 10⁻23 എണ്ണം മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത്
ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ, അങ്ങനെ പറയാം അല്ലെ, ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം, അതാണ് ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ, തന്മാത്രാഭാരം എത്രയാണോ അത്രയും ഗ്രാമിൽ അവോഗാഡ്രോ നമ്പർ 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ 1 മോൾ എന്ന് പറയുന്നു. 1 മോൾ എന്ന് പറയുന്നു. അപ്പോ എന്താണ് 2 ഗ്രാം ഹൈഡ്രജനിൽ എന്താണ് 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവും, അവോഗാഡ്രോ നമ്പർ ഉണ്ടാവും. എല്ലാത്തിലും 32 ഗ്രാം ഓക്സിജനിൽ 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവും. 18 ഗ്രാം വാട്ടറിൽ 1 മോൾ അവോഗാഡ്രോ നമ്പർ 6.022 into 10⁻23 number of water molecules ഉണ്ടാവും. 44 ഗ്രാം കാർബണിൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. 40 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡിൽ 1 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. 98 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 മോൾ സൾഫ്യൂരിക് ആസിഡ്, അതായത് 6.022 into 10⁻23 എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഇവിടെയും നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം അല്ലെ, അതേപോലെ തന്നെയാണ് അല്ലെ. നോക്കിക്കോളൂ, നമുക്കിവിടെ വാട്ടർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. യെസ്, 18 ഗ്രാം വാട്ടറിൽ ഞാൻ പറഞ്ഞു എത്ര മോളാണ്, 1 മോളാണെന്ന് അറിയാം അല്ലെ. 1 മോൾ 18 ഗ്രാം വാട്ടറിൽ 1 മോൾ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 36 ഗ്രാം വാട്ടറിൽ എത്ര മോൾ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, നേരെ ഡബിൾ അല്ലെ, നേരെ ഡബിൾ, അതായത് നേരെ ഡബിൾ 2 മോൾ ഉണ്ടാവും അല്ലെ. 18 ഡബിൾ അല്ലെ 36. ഇത് നമുക്ക് എങ്ങനെയാ കിട്ടിയത്, ഗിവൺ മാസ് ആണ് 36/18 ഗ്രാം എന്താ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്, ഗ്രാം മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പോ നമുക്ക് പറയാം ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. നമ്പർ ഓഫ് മോൾസ്, number of moles of molecules, number of moles of molecules equal to given mass, തന്നിരിക്കുന്ന മാസ് given mass by molecular mass, അങ്ങനെ പറയട്ടെ, given mass by molecular, അല്ലെങ്കിൽ given mass by GMM, gram molecular mass അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് പറയാം, number of water molecules present in 36 gram carbon എത്രയായിരിക്കും, given mass 36 divided by gram molecular mass 18, 36/18 2 ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ അല്ലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ, എന്താണ് മാസ് ഓഫ് ദ സാമ്പിൾ കാണാം. മാസ് ഓഫ് ദ സാമ്പിൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, number of moles of molecules into gram molecular mass, number of moles of molecules into gram molecular mass ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം, അടുത്ത കേസ് നോക്കാം. അപ്പോ നമുക്കറിയാം 1 മോൾ വാട്ടർ, ഓക്കെ, 1 മോൾ ജലം, 1 മോൾ H2O എന്നത് 6.022 into 10⁻23 എണ്ണമാണെന്ന് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 12.044 into 10⁻23 എണ്ണം ഓക്കെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത് എത്ര മോളായിരിക്കും. വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ മാത്സ്. ഇതിന്റെ നേരെ ഡബിൾ ആണിത്, 6.022 into 10⁻23 നേരെ ഡബിൾ ആണിത് അല്ലേ, നേരെ ഡബിൾ ആണ്. അപ്പൊ 6.022 into 10⁻23 എന്നത് 1 മോൾ വാട്ടർ ആണെങ്കിൽ 12.044 into 10⁻23 എത്രയായിരിക്കും, 2 മോൾ ആയിരിക്കും അല്ലെ. ഇത് എങ്ങനെയാണ് കിട്ടിയത്, 12.044 into 10⁻23, അതായത് ഇതാണ് ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്നിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം. ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇതാണ്. ഈ ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ, തന്നിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തെ നമ്മൾ ഈ നമ്പർ എന്താ, അവോഗാഡ്രോ നമ്പർ ആണ് ഞാൻ പറഞ്ഞിട്ട്, അവോഗാഡ്രോ നമ്പർ അല്ലെ. 1 മോൾ എന്നത്
വൺ മോൾ ഏത് സബ്സ്റ്റൻസ് എടുത്താലും വൺ മോൾ എന്താണ് വൺ മോൾ ഏത് ആറ്റം എടുത്താലും വൺ മോൾ ഏത് മോളിക്യൂൾസ് എടുത്താലും അത് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ, അവോഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത്. അല്ല, ഇതിനെ നമ്മൾ എണ്ണ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് എണ്ണ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് കിട്ടും അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു given number of molecules by Avogadro number. ഓക്കെ, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്മാത്രകളുടെ മോൾ എണ്ണം, തന്മാത്രകളുടെ മോൾ എണ്ണം ഈക്വൽ ടു എന്താണ്? തന്നിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം അല്ലെ? ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്നിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം, ഓക്കെ, ഡിവൈഡഡ് ബൈ NA, അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ 12.044 ഇൻറ്റു 10⁻23 ആണ് തന്നിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം. അത് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, അതായത് 2 അല്ലെ മോളിക്യൂൾസ് എന്ന് കിട്ടി. അതായത് തന്മാത്രകളുടെ മോൾ എണ്ണം കിട്ടി. അപ്പോൾ 2 മോൾ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ? 12.004 10⁻23 എണ്ണം വാട്ടർ മോളിക്യൂൾസ് എന്നത് 2 മോൾ വാട്ടർ മോളിക്യൂൾസിന് തുല്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കിക്കൂടെ? നോക്കിക്കോ, എന്താണ്? അവോഗാഡ്രോ നമ്പറും നമ്പർ ഓഫ് മോൾസും അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കാണാം, ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാം. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? യെസ്, സിമ്പിൾ മാത്സ് അപ്ലൈ ചെയ്യുക. അതായത് ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്, given number of molecules equal to number of moles of molecules, number of moles of molecules into അവോഗാഡ്രോ നമ്പർ. അതായത് തന്നിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം ഈക്വൽ ടു തന്മാത്രകളുടെ മോൾ എണ്ണം ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാം, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ചില എലമെന്റ്സിനെയും ചില കോമ്പൗണ്ട്സിനെയുമാണ് ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത് അല്ലേ? എലമെന്റ്സ്, അതുപോലെ കോമ്പൗണ്ട്സ്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ 3 എലമെന്റ്സ്, 3 മൂലകങ്ങളെയും വാട്ടർ, അമോണിയ എന്നീ 2 സംയുക്തങ്ങളെയുമാണ്, 2 കോമ്പൗണ്ട്സിനെയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ്, ഹൈഡ്രജൻ മോളിക്യൂളിന്റെ മോളിക്യുലർ മാസ് 2 ആണ്. ഓക്കെ, 2 ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അപ്പോൾ എന്താ? 2 × 1 = 2 അല്ലെ? ഹൈഡ്രജന്റെ മോളിക്യുലർ മാസ് 2 ആണ്. അപ്പോൾ ഗ്രാമിലുള്ള മോളിക്യുലർ മാസ്, ഹൈഡ്രജന്റെ മോളിക്യുലർ മാസിനെ ഗ്രാമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്യുലർ മാസ് ഗ്രാം കിട്ടും. ഗ്രാമിലുള്ള മോളിക്യുലർ മാസ് കിട്ടും, അത് 2 ഗ്രാം ആണ്. അപ്പോൾ ഇത് എത്ര GMM ആണ്? നമുക്കറിയാം 1 GMM ആണ് അല്ലെ? 1 ഗ്രാം മോളിക്യുലർ മാസ് ആണ്. ഓക്കെ, 1 ഗ്രാം മോളിക്യുലർ മാസ്. ഓക്കെ, 1 ഗ്രാം മോളിക്യുലർ മാസ് അത് ഈക്വൽ ടു 1 മോൾ ആണ്. അപ്പോൾ അത് 6.022 ഇൻറ്റു 10⁻23 അത്രയും ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടാവും. 1 GMM അല്ലെങ്കിൽ 2 ഗ്രാം ഹൈഡ്രജൻ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ. ഇതേപോലെ ഓക്സിജന്റെ മോളിക്യുലർ മാസ് 32 ആണ്. ഇത് നമുക്കറിയാം. ഒരു ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 2 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. അപ്പോൾ 2 × 16 നിങ്ങൾക്ക് എത്ര കിട്ടും? 32 എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഗ്രാമിലുള്ള മോളിക്യുലർ മാസ് 32 ഗ്രാം,
ഇതും 1 GMM ആണ്. 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. അത് 6.022 × 10⁻³ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് പൂർത്തിയാക്കാം. നൈട്രജന്റെ മോളിക്കുലർ മാസ് 22 തന്നിട്ടുണ്ട്. അതായത് നൈട്രജൻ ആറ്റോമിക് മാസ് 14 ആണ്. 2 × 40 അതാണ് 22 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലേ ഇവിടെ ഈ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രാമിലുള്ള മോളിക്കുലർ മാസ് ഗ്രാം എന്തായിരിക്കും? 28 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ ഇത് 1 GMM ആണ്. 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ആണ് തന്നിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ ആറ്റോമിക് മാസ് 1, ഓക്സിജൻ ആറ്റോമിക് മാസ് 16. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് അല്ലേ. 2 × 1 പ്ലസ് ഒരു ഓക്സിജൻ ആറ്റോമിക് മാസ് 16. അപ്പോൾ 16 + 2 18. അപ്പോൾ ഗ്രാമിലുള്ള മോളിക്കുലർ മാസ് 18 ഗ്രാം ആണ്. അത് 1 GMM ആണ്. 1 ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ 1 മോൾ വാട്ടർ എടുത്താൽ അത് അവോഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അവോഗാഡ്രോ സംഖ്യ, അവോഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. യെസ്, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവോഗാഡ്രോ നമ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ ലാസ്റ്റ് അമോണിയ NH3. ഓക്കെ, നൈട്രജൻ 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നതാണ് അമോണിയ. 1 നൈട്രജൻ ആറ്റം ആൻഡ് 3 ഹൈഡ്രജൻ ആറ്റം. നൈട്രജന്റെ ആറ്റോമിക് മാസ് 14. ഇവിടെ 1 നൈട്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1. 3 × 1 14 + 3 17. അപ്പോൾ ഗ്രാമിലുള്ള മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 17 ഗ്രാം ആണ്. ഇത് നമുക്കറിയാം 1 GMM ആണ്. ഓക്കെ, 1 GMM ൽ 6.022 × 10⁻23 അമോണിയ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം. വാതക തന്മാത്രകളും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം, വാതക തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ നിങ്ങൾ STP എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. സ്റ്റാൻഡേർഡ് STPയുടെ ഫുൾ ഫോം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എപ്പോഴും എത്രയാണ്? 273 കെൽവിൻ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രഷർ 1 atm ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രഷർ 1 atm ആണ് എന്ന് നിങ്ങൾ ആദ്യം ഓർക്കുക. അപ്പോൾ ഏതൊരു ഗ്യാസിൻ്റെയും ഏതൊരു വാതകത്തിൻ്റെയും STPയിൽ ഒരു മോളിൻ്റെ വ്യാപ്തം, ഒരു മോളിൻ്റെ വോളിയം, അതേ നമുക്ക് മോളാർ വോളിയം, മോളാർ വ്യാപ്തം എന്ന് വിളിക്കാം, 22.4 ലിറ്റർ ആണ്. ഓക്കെ, അതായത് വോളിയം occupied by 1 mole of any gas at STP is 22.4 ലിറ്റർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും, അതായത് 273 കെൽവിനിലും 1 atm കാണപ്പെടുന്ന 1 മോൾ ഏത് ഗ്യാസിന്റെയും വോളിയം, 1 മോൾ ഏത് ഗ്യാസും ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം വ്യാപ്തം 22.4 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ STPയിലുള്ള 1 മോൾ ഏത് ഗ്യാസിന്റെയും വോളിയം 22.4 ലിറ്റർ ആണ്. ഈ വോളിയത്തെ നമുക്ക് എന്ത് വിളിക്കാം? മോളാർ വോളിയം എന്ന് വിളിക്കാം. മോളാർ വ്യാപ്തം അല്ലെങ്കിൽ മോളാർ വോളിയം എന്ന് വിളിക്കാം. ഓക്കെ, മോളാർ വോളിയം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, STPയിലുള്ള 1 മോൾ ഗ്യാസിന്റെ വോളിയം എത്രയാ? 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് STPയിലുള്ള അല്ലെ? STPയിൽ 44.8 ലിറ്റർ ഗ്യാസ് ഉണ്ടെന്ന് കരുതുക. അത് എത്ര മോൾ ഗ്യാസ് ആയിരിക്കും? അപ്പോൾ 44.8 ലിറ്ററിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ മോൾ എണ്ണം എത്രയായിരിക്കും? ഇതിന്റെ നേരെ ഡബിൾ ആണ് അല്ലെ. നേരെ 22.4 ലിറ്ററിന്റെ നേരെ ഡബിൾ ആണ് 44.8 ലിറ്റർ. അപ്പോ ഇവിടെ ആൻസർ എത്രയായിരിക്കും? 2 മോൾ ആയിരിക്കും അല്ലെ. അതായത് യെസ്, വോളിയം ഇൻ STP,
വോളിയം ഇൻ എസ് ടി പി, എസ് ടി പിയിലെ വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പോൾ നെക്സ്റ്റ് ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, അതായത് തന്മാത്രകളുടെ മോൾ എണ്ണം, തന്മാത്രകളുടെ മോൾ എണ്ണം ഈക്വൽ ടു എന്താ, എസ് ടി പിയിലെ വോളിയം അല്ലെ, വോളിയം ഇൻ എസ് ടി പി, വോളിയം ഇൻ എസ് ടി പി ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇവിടെ വോളിയം ഇൻ എസ് ടി പി എത്രയാ, 44.2 ലിറ്റർ, സോറി 44.8 ലിറ്റർ. അപ്പോൾ 44.8 ലിറ്റർ ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. അപ്പം ഇവിടെ ആൻസർ കിട്ടും 2 മോൾ എന്ന് കിട്ടും അല്ലെ. അപ്പൊ എസ് ടി പിയിലെ 1 മോൾ ഗ്യാസിന്റെ വോളിയം 22.4 ലിറ്റർ ആണെങ്കിൽ 2 മോൾ ഗ്യാസിന്റെ വോളിയം 44.8 ലിറ്റർ ആയിരിക്കും. ഇങ്ങനെയും പറയാം, എസ് ടി പിയിലുള്ള 1 മോൾ ഗ്യാസിന്റെ വോളിയം 22.4 ലിറ്റർ ആണ്. ഓക്കെ, അപ്പൊ 44.8 ലിറ്റർ വോളിയത്തിൽ ഉള്ള തന്മാത്രകളുടെ മോൾ എണ്ണം, നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും, 44.8 ലിറ്റർ ബൈ 22.4 ലിറ്റർ, ദാറ്റ് ഈസ് 2 മോൾസ്, ദാറ്റ് ഈസ് 2 മോൾസ്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത, ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1 മോൾ എന്നത് എത്ര എണ്ണമാണ്, 6.022 × 10⁻23 ആണെന്ന് അറിയാം. ഓക്കെ, ഈ എണ്ണത്തെയാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ, അവോഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത്. ഇതിന്റെ സിമ്പൽ നമുക്കറിയാം Na ആണ്, അവോഗാഡ്രോ നമ്പർ. പിന്നെ 1 മോൾ ഏതൊരു സബ്സ്റ്റൻസിന്റെയും, ഏതൊരു പദാർത്ഥത്തിന്റെയും മാസ്, ആറ്റങ്ങളുടെ മാസിനെ നമ്മൾ 1 GAM എന്ന് പറയുന്നു അല്ലെ. ഞാൻ പറയുന്നു 1 മോൾ ഈക്വൽ ടു 1 GAM ആണ്. അതെന്താണ്, ആറ്റോമിക് മാസ് ഇൻ ഗ്രാം ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, 1 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്ക് എന്ത് പറയാം, അത് 1 GAM ആണ്, 1 ഗ്രാം ആറ്റോമിക് മാസ് ആണ്. ഓക്കെ, 1 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ മാസ് 1 GAM ആണ്. അതായത് അത് എത്ര ഗ്രാം ആയിരിക്കും, ആറ്റോമിക് മാസ് ഇൻ ഗ്രാം അല്ലെ, 1 ഗ്രാം ആണ്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, ഇതേപോലെ 1 മോൾ മോളിക്യൂൾസ്, തന്മാത്രകളുടെ മാസിനെ നമ്മൾ 1 GM എന്ന് പറയുന്നു. അത് ഏതിന് ഈക്വൽ ആണ്, മോളിക്കുലർ മാസ് ഇൻ ഗ്രാമിന് ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ആണ് അല്ലെ. എന്താണ് മീനിങ്, 1 മോൾ വാട്ടർ എന്നത് 18 ഗ്രാം വാട്ടറിന് തുല്യം. 18 ഗ്രാം വാട്ടർ ആണ്, 1 മോൾ വാട്ടറിന്റെ മാസ് 18 ഗ്രാം ആണ്. 18 ഗ്രാം മോളിക്കുലർ മാസ് ഇൻ ഗ്രാം, അത് 1 GM ആണ്, 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 വാട്ടർ മോളിക്യൂൾസ്, ജല തന്മാത്രകൾ ഉണ്ടാവും. യെസ്, ഓക്കെ, അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, 1 മോൾ ആറ്റങ്ങളുടെ മാസ് 1 GAM, അതായത് ആറ്റോമിക് മാസ് ഇൻ ഗ്രാം. 1 മോൾ മോളിക്യൂൾസ്, തന്മാത്രകളുടെ മാസ് 1 GM, മോളിക്കുലർ മാസ് ഇൻ ഗ്രാം. ഓക്കെ, ദെൻ 1 മോൾ ഗ്യാസിന്റെ എസ് ടി പിയിലെ വ്യാപ്തം, എസ് ടി പിയിലെ വാതക വ്യാപ്തം, വോളിയം ഇൻ എസ് ടി പി എത്രയാണ്, നേരത്തെ പറഞ്ഞു 22.4 ലിറ്റർ ആണ്.
ഓക്കെ, STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള 273 കെൽവിനും 180 പ്രഷറിലുമുള്ള ഏത് വാതകത്തിന്റെയും വ്യാപ്തം 22.4 ലിറ്റർ ആണ്. ദിസ് വോളിയം ഈസ് കോൾഡ് മോളാർ വോളിയം. ഈ വ്യാപ്തത്തെ നമ്മൾ മോളാർ വ്യാപ്തം എന്ന് പറയുന്നു. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് രൂപീകരിച്ച ഇക്വേഷൻസ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാണാം? തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം ആറ്റോമിക് മാസ്, അല്ലെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. തന്നിരിക്കുന്ന മാസിനെ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അല്ലെങ്കിൽ തന്നിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡ് ബൈ അവോഗാഡ്രോ നമ്പർ, ഓക്കെ, അത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് തരും. അല്ലെങ്കിൽ STPയിലെ വാതക വ്യാപ്തത്തെ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ മോൾ സങ്കല്പനം, മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.